ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഹൽദിയുടെ ഡേയുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ മാരേജിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ഫ്രൈഡേ രാത്രി ഉമ്മയുടെ ബ്രദറിൻ്റെ വൈഫ് മൈലാഞ്ചി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം ഈക്വൽ സ്ക്വയറായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് രസം തോന്നി വീഡിയോ എടുത്തതാണ് കേട്ടോ. മാമയുടെ മോളുടെ കയ്യിലും ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ രസം തോന്നി ഇപ്പോൾ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. സാറ്റർഡേ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രൈഡ് ടു ബിയുടെ ചെറിയൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ചതുകൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും കൊടുക്കുന്നില്ല. വീടിൻ്റെ അടുത്തുള്ള നൈബേഴ്സും പിന്നെ ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹസ്ബൻഡ് വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ഈ ഒരു സീൻ കട്ട് ചെയ്യരുത്, സബ്സ്ക്രൈബേഴ്സും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീൻ ഞാൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഹസ്ബൻഡിനെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ സീൻ എന്തായാലും ഇടണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഹൽദിക്ക് പോകാൻ വേണ്ടി റെഡി ആയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വീഡിയോ എടുക്കുന്ന ഒരു ടൈമിൽ, ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാനും വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഫ്രീ ആവുന്ന ടൈമിൽ ഒരു ടൈം കിട്ടുന്ന പോലെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്രൈഡ് ടു ബി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൽദിയുടെ ഫംഗ്ഷന് വേണ്ടി റെഡി ആകുമ്പോഴൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് പോകുന്നതിന് മുൻപ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനിയത്തിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഹൽദി ആയതുകൊണ്ട് തന്നെ എല്ലാവരും യെല്ലോ കളറിലുള്ള ഡ്രസ് കോഡാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ എല്ലാവരും കൂടി ഹോളിലേക്ക് പോവുകയാണ്. 7 മണിക്കാണ് കേട്ടോ ഹൽദി ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. ഫംഗ്ഷൻ നടക്കുന്ന ഹോള് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 5-8 മിനിറ്റേ ഉണ്ടാവുള്ളൂ വീടിൻ്റെ അവിടെ നിന്ന്. നമ്മൾ അങ്ങനെ ഹോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സയാനെ കുറേ പറഞ്ഞിട്ടാ മുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു യെല്ലോ കളറിലുള്ളൊരു ബനിയനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് തന്നെയാണ് ഇട്ടത്. ഇത് വാപ്പയുടെ സിസ്റ്ററാണ്. പിന്നെ നമ്മുടെ ഹോളിൽ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഇത് നിതീഷാണ് കേട്ടോ സ്റ്റേജ് ഡെക്കറേഷൻ്റെ. അപ്പോൾ നമുക്ക് പരിചയമുള്ളവരെ തന്നെയാണ് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ ഷർഫുവിൻ്റെ ടീം തന്നെയാണ്, ക്യാമ്പ്രോസ്. ഞാൻ എൻഗേജ്മെൻറ്റിന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരു സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ മോള് നല്ലപോലെ ഡാൻസ് കളിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ. ഇത് ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡുമാണ് കേട്ടോ. യെല്ലോ ഡ്രസ്സ് ഇട്ടത് ഉമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ്. പിന്നെ അത് ഉമ്മയുടെ അമ്മായിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബ്ലൂ സാരി ഇട്ടതാണ് വാപ്പയുടെ സിസ്റ്റർ. സയാൻ ഭയങ്കരമായിട്ട് ഓടി കളിക്കാണ് കേട്ടോ. ഒരു സ്ഥലത്ത് ഇരിക്കാനൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇത് വാപ്പയുടെ അങ്കിളുടെ മോളുടെ മോളാണ്, ആസിയ.
ഇത് വാപ്പയുടെ ഉമ്മയാണ് കേട്ടോ, ദാദി. ഇത് വാപ്പയുടെ അനിയനാണ്, സുന്നുയുടെ വാപ്പ. പിന്നെ ഇതാ പുറകെ നിൽക്കുന്ന വൈറ്റ് ഷർട്ടാണ് വാപ്പയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇതാ സുന്നും ജയനും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇത് വാപ്പയുടെ കസിൻ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ്, വീഡിയോസൊക്കെ കാണാറുണ്ട്. ഫർഹീൻ എന്നാണ് പേര്. ഇത് ഫർഹീൻ്റെ ഉമ്മയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇത് അനിയനും പിന്നെ മാമയുടെ മോളുമാണ് കേട്ടോ, ഫാത്തിമ ബീവി. ഇത് ദാദിയുടെ സിസ്റ്ററാണ് കേട്ടോ. ഇത് ഈ ഒരു സിസ്റ്ററിൻ്റെ മോളാണ്. ഇത് സുന്നുയുടെ ഉമ്മയാണ് കേട്ടോ, വാപ്പയുടെ അനിയൻ്റെ വൈഫ്. അപ്പോൾ എല്ലാവരും ഇന്ന് നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും യെല്ലോ കളറുള്ള ഡ്രസ്സാണ് ഹൽദിക്ക് ഇട്ടേക്കുന്നത്. ഇത് ദാദിയുടെ ബ്രദറും സിസ്റ്ററുമാണ്. അപ്പോൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇത് നമ്മുടെ നെയ്ബേഴ്സാണ് കേട്ടോ. അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ് ഗ്രീഷ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ സയാന് ബേബിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ബേബിനെ കളിപ്പിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. യെല്ലോ സാരി ഇട്ടതാണ് ഗ്രീഷ്മയുടെ അമ്മ. പിന്നെ ഇത് ടീച്ചറാണ് കേട്ടോ, ഗീത ടീച്ചർ, സയാനോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്റ്റേജിലേക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. ഞാനും പിന്നെ മാമയുടെ മോള് ഫാത്തിമ ബീവിയും പിന്നെ വാപ്പയുടെ അനിയൻ്റെ വൈഫും കൂടിയിട്ടാണ് സ്റ്റേജിലേക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ചന്ദനമുണ്ടല്ലോ, ചന്ദനം ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് അതാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ബൂന്തിയില്ലേ, അതാണ് കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ ബ്രൈഡിനെ കഴിപ്പിച്ച് കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നവരും കൂടെ സ്വീറ്റ്സ് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഞാനൊന്ന് കഴിച്ചതാണ്. പിന്നെ ഒരു കർച്ചീഫിലോ ഒരു ടവലിലേക്കോ പഴം, പിന്നെ 2 പഴവും പാക്ക്, വെറ്റില ഇതൊക്കെ വെച്ചിട്ട് സിസ്റ്ററിൻ്റെ ബ്രൈഡിൻ്റെ മടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് ബൂന്തിയും, ഒരു പാക്കറ്റല്ല 2 പാക്കറ്റ് ബൂന്തിയും കൂടെ വെച്ചിട്ടാണ് മടിയിലേക്ക് വെച്ച് കൊടുത്തത്. പിന്നെ കയ്യിൽ മുല്ലപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കയ്യിലും മുല്ലപ്പൂ ഇട്ട് കൊടുക്കും. പിന്നെന്താ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്തിട്ട് കയ്യിൽ കെട്ടാവുന്ന ഒരു രീതിക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 കയ്യിലും മുല്ലപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കഴുത്തിലേക്കുള്ള മുല്ലപ്പൂയുടെ മാല, പിന്നെ കുറച്ച് മുല്ലപ്പൂ തലയിലും കൂടെ വെച്ച് കൊടുക്കും കേട്ടോ.
ഇപ്പോൾ രസം ചെയ്യുന്നത് ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഇത് ഉമ്മയുടെ ബ്രദറിൻ്റെ മോനാണ് ഇസ്മായിൽ. പിന്നെ ഇപ്പോൾ കസിൻ ബ്രദേഴ്സാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഉമ്മയുടെ അനിയത്തിയുടെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. അവൻ്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്. ഇത് ഉമ്മയുടെ അനിയത്തിയുടെ മൂത്ത മോനാണ് കേട്ടോ, മുഹമ്മദ് ഷാ. ഇത് വാപ്പയുടെ അനിയനാണ്. ഇതും വാപ്പയുടെ ഒരു അനിയനാണ്. ഇത് ഉമ്മയുടെ ബ്രദറാണ് കേട്ടോ രസം ചെയ്യുന്നത് ഇപ്പോൾ. അങ്ങനെ എല്ലാ റിലേറ്റീവ്സും ആ ഫാമിലി മെമ്പേഴ്സും എല്ലാം ബ്രൈഡിനെ രസം ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത കല്യാണം കഴിക്കാനുള്ള ഒരു കുട്ടീനെയാണ് രസം ചെയ്യുന്നത് കേട്ടോ. മാമയുടെ മോളെയാണ് രസം ചെയ്യുന്നത്, ഫാത്തിമ ബീബിനെ. സയാൻ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഇപ്പം തന്നെ എല്ലാം ചെയ്യാൻ കേട്ടോ ഉമ്മയുടെ കൂടെ നിന്നിട്ട്.
സയാൻ ഇന്ന് സ്റ്റെപ്പ് കയറും സ്റ്റേജിൽ കയറും അങ്ങനെ കയറി ഇറങ്ങി കുറേ തവണ കളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡായിരുന്നു സയാനെ നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഫാമിലി മെമ്പേഴ്സ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറി, സാലഡ്, അച്ചാർ അതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയും നെയ്ച്ചോറും ആയിരുന്നു. ഇത് അനിയൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാരേജിനൊക്കെ വേണ്ടിയിട്ട്. അനിയത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹൽദിയുടെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും സയാനും കൂടിയിട്ട് തൃശ്ശൂർ പോവാണ് കേട്ടോ. നമ്മൾ പൂവിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളെയുള്ള മുല്ലപ്പൂവിനും പിന്നെ പൂമാല, ബൊക്ക അതിനെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂരിലുള്ള RMR ഫ്ലവേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ മുല്ലപ്പൂവൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് പിച്ചിപ്പൂവാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മണമാണ് കേട്ടോ ഈ പൂവിനെ. പൂമാലയിലൊക്കെ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ മുല്ലയില്ലേ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ 2 ഉണ്ടയും പിന്നെ സാധാരണ 2 മുല്ലപ്പൂവിൻ്റെ ഉണ്ടയും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പൂമാല കേട്ടോ. 2 പൂമാല, ബ്രൈഡിനും ഗ്രൂമിനുള്ള പൂമാല. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് തരാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് 2 ബൊക്കയാണ് കേട്ടോ, റോസ് ഫ്ലവേഴ്സിൻ്റെ. മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുല്ലപ്പൂ വയ്ക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫ്ലവറൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനി വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് നാളെ മാരേജിൻ്റെ ഹോളും. അപ്പോൾ ഹോളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാരേജിൻ്റെ. കണ്ടോ, ക്ലിയറായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും മാമയുടെ വൈഫ് കേസരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നാളെ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.